2035 കൂടി ലോക ജനസംഖ്യയുടെ പകുതിയിലധികം ജനങ്ങൾക്കും ഒബേസിറ്റി അഥവാ പൊണ്ണത്തടി ഉണ്ടായിരിക്കുമെന്ന്. ഇന്ത്യയിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 4-ൽ ഒരാൾ ഒബേസ് ആണ്. അനാരോഗ്യകരമായ ഭക്ഷണരീതി, വ്യായാമമില്ലായ്മ, ഉറക്കക്കുറവ് എന്നിവയെല്ലാം ഇതിന്റെ പ്രധാന കാരണങ്ങളാണ്. ഒബേസിറ്റി പിന്നീട് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ഡയബറ്റീസ്, ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ജോയിന്റ് പെയിൻ എന്നിവയെല്ലാം ഒബേസിറ്റി കാരണം ഉണ്ടായേക്കാം. വെയ്റ്റ് മാനേജ്മെന്റിൽ എപ്പോഴും കേൾക്കുന്ന ടേം ആണല്ലോ BMI. BMI ഒരു മെഷർമെന്റ് ആണ്. ഒരു വ്യക്തി തനിക്ക് ആവശ്യമായ ബോഡി വെയ്റ്റിലാണോ എന്നറിയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ അളവ് ഉപയോഗിച്ച് ഒരു വ്യക്തി അണ്ടർ വെയ്റ്റ് ആണോ, ഓവർ വെയ്റ്റ് ആണോ, അതോ ഒബേസ് ആണോ എന്നറിയാം. BMI അളക്കുമ്പോൾ വെയ്റ്റ് കിലോഗ്രാമിലും ഹൈറ്റ് മീറ്ററിലും എടുക്കുക. BMI കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ വെയ്റ്റിനെ ഹൈറ്റ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. ഉദാഹരണത്തിന് ഒരു വ്യക്തി 50 കിലോഗ്രാം ആണ്. അയാളുടെ ഹൈറ്റ് ആകട്ടെ 157 സെന്റിമീറ്റർ. അയാളുടെ BMI 50/1.57 മൾട്ടിപ്ലൈഡ് ബൈ 1.57, അതായത് 20.3 ആണ് അയാളുടെ BMI. ഒരു വ്യക്തിയുടെ BMI 18.5ന്റെ താഴെയാണെങ്കിൽ അയാൾ അണ്ടർ വെയ്റ്റ് ആണ്. BMI 18.5ന്റെയും 24ന്റെയും ഇടയിലാണെങ്കിൽ ഹെൽത്തി വെയ്റ്റ് ആണ്. BMI 25 മുതൽ 29 വരെയാണെങ്കിൽ ആ വ്യക്തി ഓവർ വെയ്റ്റ് ആണ്. 30ഓ അതിന് മുകളിലോ ആണെങ്കിൽ ഒബേസ് ആണ്. BMI കൂടിയാൽ അത് ചീത്ത കൊളസ്ട്രോൾ ആയ LDLന്റെ ഉൽപാദനം കൂടാനും കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ BMI ഓവുലേഷനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ സ്ത്രീകളിൽ ഇൻഫെർട്ടിലിറ്റിക്കും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഐഡിയൽ ബോഡി വെയ്റ്റ് അഥവാ ഒരു വ്യക്തിക്ക് വേണ്ട യഥാർത്ഥ ബോഡി വെയ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. പുരുഷന്മാരിലാണെങ്കിൽ ഹൈറ്റ് സെന്റിമീറ്ററിലെടുത്ത് അതിൽ നിന്ന് 100 കുറയ്ക്കുക. എക്സാമ്പിൾ, ഒരു വ്യക്തി 157 സെന്റിമീറ്റർ ഹൈറ്റ് ആണെങ്കിൽ 157ൽ നിന്ന് 100 കുറയ്ക്കുക. അതായത് അയാൾക്ക് വേണ്ട വെയ്റ്റ് 57 കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ ഹൈറ്റിൽ നിന്ന് 105 കുറച്ചാൽ ഐഡിയൽ ബോഡി വെയ്റ്റ് മനസ്സിലാക്കാം. ആരോഗ്യകരമായ ജീവിതത്തിന് ഐഡിയൽ ബോഡി വെയ്റ്റ് മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ അമിതമായ വിശപ്പ്, ജങ്ക് ഫുഡ്സ്, വ്യായാമമില്ലായ്മ, ഉറക്കക്കുറവ്, സ്ട്രെസ് എന്നിവ വെയ്റ്റ് മാനേജ് ചെയ്യാൻ തടസ്സമാണ്. ഇന്ത്യയിലെ തന്നെ ദ മോസ്റ്റ് ട്രസ്റ്റഡ് ഡയറക്ട് സെല്ലിംഗ് ബ്രാൻഡായ വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് പരിചയപ്പെടുത്തുന്നു മിഷൻ സ്ലിം പോസിബിൾ. ഗുഡ് ന്യൂട്രീഷൻ, എക്സസൈസ്, ലൈഫ് സ്റ്റൈൽ എന്നിവ വെയ്റ്റ് മാനേജ്മെന്റിന് അത്യാവശ്യമാണ്. നമ്മുടെ ബിസി ഷെഡ്യൂളിനിടയിലും വെയ്റ്റ് കുറയ്ക്കാൻ മിഷൻ സ്ലിം പോസിബിൾ നിങ്ങളെ സഹായിക്കുന്നു. ഇതിനായി വെസ്ലിം കാറ്റഗറിയിൽ വെസ്റ്റേജ് ലോഞ്ച് ചെയ്തിരിക്കുന്നു വെസ്ലിം ഷേക്ക്. വാനിലയുടെയും എൻഹാൻസ്ഡ് മാംഗോ ഫ്ലേവറിലുമാണ് പുതിയ വെസ്ലിം ഷേക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വെസ്ലിം ഷേക്ക് എങ്ങനെ വെയ്റ്റ് മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു എന്ന് നോക്കാം. ഒരു സെർവിംഗിൽ തന്നെ 9 ഗ്രാം പ്രോട്ടീൻ ഇത് നൽകുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എനർജി നൽകാൻ സഹായിക്കുന്നു. വെസ്ലിം ഷേക്ക് പെഡിക്കാസ് വാല്യൂ 1 ആണ്. പെഡിക്കാസ് അഥവാ പ്രോട്ടീൻ ഡൈജസ്റ്റിബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ. ശരീരത്തിന് ആവശ്യമായ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സ് ആണ് പെഡിക്കാസ് വാല്യൂ 1 ആയി കണക്കാക്കിയിട്ടുള്ളത്. ഇത് പെട്ടെന്ന് ദഹിക്കുന്ന പ്രോട്ടീൻ ആണ്. അതുകൊണ്ട് തന്നെ വെസ്ലിം ഷേക്ക് നിങ്ങൾക്ക് വയറ് നിറഞ്ഞ ഒരു ഫീൽ നൽകുന്നു. ഇത് വിശപ്പ് കുറയ്ക്കുക വഴി അമിതമായി ഭക്ഷണം കഴിക്കുന്നത് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അതുകൂടാതെ വെസ്ലിം ഷേക്ക് ഒരു ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നത് ശരിക്കും ഒരു റാങ്കിംഗ് ആണ്. ഒരു ഫുഡ് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്ത് ഫുഡിനെ 1 മുതൽ 100 വരെ റാങ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഒരു ഫുഡ് നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എത്രമാത്രം പെട്ടെന്നാണ് കൂടുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ഫുഡിനും ഗ്ലൈസീമിക് ഇൻഡെക്സ് കൊടുത്തിട്ടുള്ളത്. ബ്ലഡിലേക്ക് ഗ്ലൂക്കോസിനെ വളരെ പതുക്കെ റിലീസ് ചെയ്യുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. അതായത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ. ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുക, അതുപോലെ തന്നെ ഇറഗുലർ ഈറ്റിംഗ് ഹാബിറ്റ്സ് എന്നിവയെല്ലാം ബോഡി മെറ്റബോളിസത്തെ നെഗറ്റീവായി ബാധിക്കുന്നുണ്ട്. ഇത് ഒബേസിറ്റി, ഡയബറ്റിസ് പോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന് കാരണമാകുന്നു. വെസ്റ്റേജ് പ്രൊവൈഡ് ചെയ്യുന്ന വെസ്ലിം ഷേക്ക് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡാണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൽ ഹൈക്ക് ഉണ്ടാവുന്നില്ല. അതോടൊപ്പം ഇതിലെ ഫൈബർ വയർ നിറഞ്ഞ ഒരു ഫീൽ നൽകുന്നു. അതുകൂടാതെ ന്യൂ ലോഞ്ച്ഡ് വെസ്ലിം ഷേക്കിൽ വൈറ്റമിൻ എ, B1, B2, B3, B6, B9, B12, വൈറ്റമിൻ സി, D2, B5 തുടങ്ങി 20 എസെൻഷ്യൽ വൈറ്റമിൻസും മഗ്നീഷ്യം, പൊട്ടാസ്യം, അയോൺ, സിങ്ക്, കോപ്പർ, അയഡിൻ തുടങ്ങിയ മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ഒരു സെർവിംഗിൽ 3.35 ഗ്രാം ഫൈബർ ലഭിക്കുന്നത് കൊണ്ട് തന്നെ തടി കുറയ്ക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് ഒരുപാട് നേരത്തേക്ക് വയർ നിറഞ്ഞ ഫീൽ നൽകുകയും ആവശ്യത്തിന് പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് എന്നിവ ലഭിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്.
സാധാരണ മധുരം നൽകുന്നത് സുക്രോസ് ആണല്ലോ. എന്നാൽ സുക്രോസിന് പകരം വെസ്ലിം ഷേക്കിൽ ആഡ് ചെയ്തിട്ടുള്ളത് സുക്രാലോസ് ആണ്. സുക്രാലോസ് ഒരു ലോ കാലറി സ്വീറ്റ്നർ ആണ്. അതായത് സുക്രോസ് 16 കാലറീസ് നൽകുന്ന സ്ഥാനത്ത് സുക്രാലോസ് 1 കാലറിയും ആഡ് ചെയ്യുന്നില്ല. എന്നാൽ സുക്രോസിനേക്കാളും 600 മടങ്ങ് മധുരം സുക്രാലോസ് നൽകുന്നുണ്ട്. വെസ്ലിം ഷേക്കിൽ സുക്രോസിന് പകരം സുക്രാലോസ് ആണ് മധുരത്തിനായി ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യേണ്ടതില്ല. അതുകൂടാതെ വെസ്ലിം ഷേക്കിൽ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടില്ല. ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരു ഡയറ്ററി ഫാറ്റ് ആണ് ട്രാൻസ് ഫാറ്റ്. ഒരുപാട് രോഗങ്ങൾക്ക് ഇത് കാരണമാകുന്നുണ്ട്. വെസ്ലിം ഷേക്കിൽ ട്രാൻസ് ഫാറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തി ഫുഡാണെന്ന് പറയാം. ഇനി ഇതിന്റെ ഉപയോഗ രീതി എങ്ങനെയാണെന്ന് നോക്കാം. വെസ്ലിം ഷേക്കിന്റെ ബോട്ടിലിനകത്ത് തന്നെ ഒരു സ്പൂൺ ഉണ്ടാകും. അതിൽ 3 സ്കൂപ്പ്, അതായത് 25 ഗ്രാം വെസ്ലിം ഷേക്ക് പൗഡർ 300 മില്ലി വെള്ളത്തിലോ സ്കിംഡ് മിൽക്കിലോ മിക്സ് ചെയ്ത് ഒരു നേരത്തെ ആഹാരത്തിന് പകരം, ബെറ്റർ രാത്രി ഭക്ഷണത്തിന് പകരം കുടിക്കുക. ഒരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. വെയ്റ്റ് മാനേജ്മെന്റിനായി വെസ്ലിം കാറ്റഗറിയിൽ വെസ്റ്റേജ് ലോഞ്ച് ചെയ്ത വെസ്ലിം ടീ, വെസ്ലിം ക്യാപ്സ്യൂൾ എന്നിവയുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു. വെസ്ലിം ഷേക്ക്, ക്യാപ്സ്യൂൾ, ടീ എന്നിവ വെയ്റ്റ് മാനേജ്മെന്റിന് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകും. ബി ഹെൽത്തി വിത്ത് വെസ്റ്റേജ്. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു.